ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ എന്താണ് മിഡ് ക്യാപ് നിഫ്റ്റി എന്നും അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെന്നും അതിനെ പറ്റിയൊരു സമ്മറിയാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും അത് മിഡ് ക്യാപ് നിഫ്റ്റി എന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അറിയാവുന്നവർ ഒത്തിരി കാണുമായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഞാനൊരു സമ്മറി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത് ക്യാപ്ഷനിൽ കണ്ടപോലെ തന്നെ അടുത്ത ആഴ്ച മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങനെ വർക്ക് ചെയ്യും, അതിൻ്റെ ലെവലുകൾ എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് കൂട്ടായിട്ടൊന്ന് പരിശോധിക്കുന്ന ചാർട്ടിനകത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഈ കാണുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ചാർട്ടാണ്, എൻ്റെ ഡേ ചാർട്ടാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മുതൽ മിഡ് ക്യാപ് നിഫ്റ്റി ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണ് നടത്തുന്നത്. നോക്കി കണ്ടോ, ഇതിങ്ങനെ ഒരു വൺ സൈഡ് മൂവ്മെന്റ് ആണ്. കുറെ നാൾ ഇതിങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ചെറിയ രീതി റേഞ്ചിൽ ഇതിങ്ങനെ കളിച്ചിട്ട് ഇവിടുന്ന് ഒരു വർഷം കൊണ്ട് നല്ലൊരു മൂവ്മെന്റ് മേലോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഇത് എവിടം വരെ പോകും എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ മിഡ് ക്യാപ് നിഫ്റ്റിയെ മുന്നോട്ട് നയിക്കുന്ന വെയിറ്റേജ് ഉള്ള ആദ്യത്തെ 10 സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് അനുസരിച്ചായിരിക്കും മിഡ് ക്യാപ് നിഫ്റ്റി ചലിക്കുന്നതെന്ന്. അപ്പം നമുക്ക് അതിനകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ആദ്യത്തെ 5 സ്റ്റോക്കുകളുണ്ട്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ആ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുവാണെങ്കിൽ എനിക്കൊരു സമ്മറി മനസ്സിലാവും. അപ്പം ഇന്ത്യ ഹോട്ടൽ, കൊമിൻസ്, ഭാരത് ബോർജ്, HDFC AMC, ലൂപ്പിൻ, ഈ ആദ്യത്തെ 5 സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. അപ്പം അതിനകത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഹോട്ടലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഹോട്ടൽ നോക്കിയാൽ ഒരു നല്ല റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇന്ത്യ ഹോട്ടൽ നിൽക്കുന്നത്. അപ്പം പ്രീവിയസ് റെസിസ്റ്റൻസ് അവർ എടുത്തിട്ട് നേരെ താഴെ വന്നു, വീണ്ടും ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴെ വന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണ്. ഇതൊരു സോണാണ്. ആ സോൺ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. താഴോട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈന് മുട്ടി ഇവിടെ ട്രെൻഡ് ലൈൻ ഇവിടെ 1, 2, 3 പ്രാവശ്യം ട്രെൻഡ് ലൈന് റെസ്പെക്ട് ചെയ്ത് നേരെ താഴോട്ട് വന്നു. ഈ സെക്കൻഡ് റെസിസ്റ്റൻസിൽ ഇപ്പം നിൽക്കുന്നു. ഇവിടുന്ന് ആണെങ്കിൽ ഒരു നല്ല വോളിയം കിട്ടി ഇത് ബ്രേക്ക്ഔട്ട് നടത്തി മാത്രമേ മേലോട്ട് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ ഹോട്ടൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള നോക്കിയായിരിക്കും മിഡ് ക്യാപ്പ് മുന്നോട്ട് പോകാനുള്ള ചാൻസസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ്, ഈ സോണിലുള്ള റെസിസ്റ്റൻസ് അവിടെ തട്ടി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്, ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ വീഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതിനെ മാത്രം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല, ബാക്കിയുള്ള സ്റ്റോക്കുകളൂടെ നമുക്ക് നോക്കാം. ഇതാണ് ഇന്ത്യ ഹോട്ടലിന്റെ അവസ്ഥ. കൊമിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമിൻസ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. കൊമിൻസും കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 2024 ജനുവരി മുതൽ ഒരു വൺ സൈഡ് റാലിയാണ് തന്നത്. വൺ സൈഡ് റാലി. ആ വൺ സൈഡ് റാലിയിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന്റെ സമയത്തുള്ള ആ ഒരു മൂവ്മെന്റ് ആണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു വൺ സൈഡ് റാലി ഭയങ്കരമായിട്ട് മേലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 2000 രൂപയിൽ നിന്ന് ഏകദേശം 4 ഡബിളായി. ഒരു വർഷം 6-7 മാസം കൊണ്ട് അത് പ്രീമിയം ഡബിളായി. അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാണ് കൊമിൻസ്. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് വർക്ക് ആയാൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ കൊമിൻസിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ മിഡ് ക്യാപ് നിഫ്റ്റി ഇത് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മിഡ് ക്യാപ്പിനെ അഫക്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കും കൂടെ നോക്കാം, ഭാരത് ബോർജ്. ഭാരത് ബോർജ് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ പോയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഈ സപ്പോർട്ടിൽ നിന്ന് മുകളോട്ട് പോകുമോ താഴോട്ട് വീഴുമോ എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസങ്ങൾ അതൊരു ഓൾ ടൈം ഹൈ പോയിട്ട് നേരെ താഴോട്ട് വന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു നല്ല വോളിയം കിട്ടി മേലോട്ട് ചെയ്ത് പോയാൽ വീണ്ടും മുമ്പോട്ടുള്ളൊരു പോക്കിന് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് അവിടെയും കാണുന്നത്. അടുത്തത് HDFC AMC ആണ്. HDFC AMC ഇതുപോലെ തന്നെ ഒരു വൺ സൈഡ് റാലി കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്.
കൺസോൾട്ടേഷൻ. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ഒരു ബോക്സ് ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഇത്. അപ്പോൾ ഇതിനകം ഈ ബോക്സിനകത്ത് കിടന്ന് കളിച്ചിട്ട് അവസാനം ഇതിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് ഈ ബോക്സിന് വെളിയിൽ ചാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന എല്ലാ സ്റ്റോക്കിനും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ സെന്റിമെന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ലൂപ്പിനാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഔട്ട് നൽകി കഴിഞ്ഞാൽ ഒരു കുറെ നാൾ ഇത്രയും നാൾ ഇത് പിന്നെ സസ്റ്റെയിൻ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നിന്നിട്ട് ഇവിടുന്ന് ഒരു ഹ്യൂജ് വോളിയം തോടുകൂടി ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. ഈ ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഇത് ലൂപ്പിന് മേലോട്ട് തന്നെ പോകും, ഇല്ലെങ്കിൽ തിരിച്ചതായിട്ട് വരും. പക്ഷേ ഇത് സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം നല്ല ഹ്യൂജ് വോളിയം ഉണ്ട്, നല്ലൊരു ബ്രേക്ക്ഔട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇത് പിന്നെ മേലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പം ഇത്രയുമാണ് ആദ്യത്തെ 5 സ്റ്റോക്കുകൾ. ഈ ആദ്യത്തെ 5 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അടുത്ത ദിവസം മിഡ് ക്യാപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്കിപ്പം ഏകദേശ കാര്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിനി തിരിച്ച് മിഡ് ക്യാപ്പിലോട്ട് വരാം. സംഭവം നമ്മളിപ്പം ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇങ്ങനെ നിൽക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ മിഡ് ക്യാപ്പ് എവിടം വരെ പോകാൻ പറ്റും? ഈ ട്രെൻഡ് ലൈൻ വരെ പോകാൻ പറ്റും. കാരണം പ്രീവിയസ്ലി പല ഇടത്ത് ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്താണ് മിഡ് ക്യാപ്പ് മുന്നോട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ അതേ സെയിം സിനാരിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പ്രീവിയസ് നമ്മൾ സിനാരി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സംഗതികൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പം അടുത്ത ദിവസങ്ങളിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസവും ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു 12,700 വരെ 700, 650, 700 റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ അതിനൊരു സോണായിട്ട് വേണം നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഒരു ഈ ഏരിയയിൽ അത്രയും പോവില്ല. ഈ ഏരിയയിൽ 12,650 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് 12,650, 700 ലെവലിൽ മിഡ് ക്യാപ്പിന്റെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മൾ ഡെയിലി ക്യാൻഡിലിൽ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ടിൽ ഈ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കുക. ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ സ്ട്രോങ് വോളിയത്തോടുകൂടി ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ഇനി നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഇനി തിരിച്ചു നേരെ 5 മിനിറ്റ് ക്യാൻഡിലോട്ട് പോവാം. അപ്പോൾ ഇത് 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. നമ്മൾ ആ റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു. പല പ്രാവശ്യം ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടി തിരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൂട്ടായിരുന്ന നേരത്തെ. ഇപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മാർക്കറ്റ് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസം എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് ചാർട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വളരെ സ്ലോയിലാണ് മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ വീണ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോയത്. നമുക്ക് മാർക്കറ്റ് ഒരു പിടി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മാർക്കറ്റ് നമുക്ക് ഒരു പിടി തന്നില്ല. എങ്കിലും നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഹൈ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ചാർട്ട് വരയ്ക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ
അറിയാം. എങ്ങനെയാണ് ചാർട്ട് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും നോക്കിയിരുന്നു. 5 മിനിറ്റ് ക്യാൻഡിലിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ഉണ്ടെന്ന് പറയാൻ ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു സപ്പോർട്ടും ഇതൊരു റെസിസ്റ്റൻസും. അപ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ 12,512 നിൽക്കുന്നത്. 12,537 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് സി എടുക്കാം. ട്രേഡ് എടുക്കാൻ പറ്റും. അല്ല ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒരു പി എടുക്കാൻ പറ്റും. അത് എവിടെ വരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ ഏരിയയിൽ വരും. ഇവിടെ വരെ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. നമ്മൾ മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡേ ഫ്രെയിമിൽ വരച്ച ട്രെൻഡ് ലൈൻ ഇവിടെയാണ്. നാളെ ഒന്നും ഇവിടെ വരെത്താനുള്ള ചാൻസസ് ഇല്ല. എങ്കിലും നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ 12,600 നമുക്ക് കൺസിഡർ ചെയ്യാം. 12,600 പോയാൽ 12,600 നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നാളത്തേക്കുള്ള ചാർട്ട് ഇതായിരിക്കും. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,537 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 600 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി നേരത്തെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഈ ലൈനിന്റെ മുകളിൽ, ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ ക്ലോസിംഗ് കിട്ടണം. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സി എടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ആ വീഴുന്ന 5 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ താഴത്തെ വിക്കോ അല്ലെങ്കിൽ ഈ ലൈനിന്റെ ഒരു 10 പോയിന്റ് താഴെയോ, ഈ ലൈനിന്റെ 10 പോയിന്റ് താഴെയോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സി ട്രേഡ് എടുക്കാൻ പറ്റും. കൃത്യമായി ടാർഗറ്റ് ഇട്ടുമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ. നമ്മൾ എപ്പോഴും നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഒരു 10 പ്രീമിയം 10 പോയിന്റ് അല്ലെ 15 പോയിന്റ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എപ്പോഴും നമ്മുടെ മിഡ് ക്യാപ്പിനകത്ത്. അത് നമ്മൾ എപ്പോഴും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. 10 പോയിന്റ് 15 ആകുമ്പോൾ നമ്മൾ 10-15 പോയിന്റ് നമ്മൾ ടാർഗറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ വേണം ട്രേഡ് എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ അവിടെ വരുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ആയി പെട്ടെന്ന് മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും മിഡ് ക്യാപ്പിനകത്തിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് ചിലപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ടാർഗറ്റ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫ്ലാഷിൽ ക്ലിക്ക് ആവും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിലിന് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാൻ പറ്റും. താഴോട്ട് പിന്നെ അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു അടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് ഇതിനെ നമുക്കൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇത് പൊട്ടിയാൽ അടുത്ത മാർക്കറ്റ് നമുക്ക് ഇവിടം വരെ താഴോട്ട് ഇവിടുന്ന് പിന്നെ ഇങ്ങനെ വരെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടം വരെ വരും. ഓക്കെ, ഇതാണ് അടുത്ത നാളത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. നാളത്തേക്കുള്ള ഇതാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ നമുക്ക് ഒരിക്കലും അത് നോ ട്രേഡിംഗ് സോൺ ആണ്. ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യണം മേലോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട്, എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.